ചെങ്ങന്നൂർ കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും ചൈതന്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചെങ്ങന്നൂർ കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയും ചൈതന്യ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കരുണ ഇരമല്ലിക്കര വാർഡ് കൺവീനർ KC രാധാകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ച യോഗം ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രതീക്ഷയില്ലാതെ ജീവിതത്തിന്റെ അസ്തമന കാലത്ത് അസുഖബാധിതരായി ആരാലും സംരക്ഷിക്കപ്പെടാതെ ഇനിയൊരു തിരികെ വരവില്ല എന്ന് കരുതുന്ന, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ യാതൊരു പ്രതിഫലേശയുമില്ലാതെ ഏറ്റെടുത്ത് ചികിത്സിക്കും വലിയൊരു ഉദ്യമമാണ്. കുട്ടികൾക്ക് അസുഖം വന്നാൽ ചികിത്സിക്കുവാൻ അവരുടെ രക്ഷിതാക്കളുണ്ടാവും. ചെറുപ്പക്കാർക്ക് അസുഖം വന്നാൽ അവരുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും. പക്ഷേ ജീവിതത്തിൽ ഇനി ഒരിക്കലും തിരികെ നടക്കില്ല എന്ന ബോധ്യമുള്ളവരെ അവരെ സ്വസ്ഥമായി മരണത്തിന് വിട്ടുകൊടുക്കും. വേദന അറിയിക്കാതെ, അവരുടെ വിഷമതകൾ അവരെ അറിയിക്കാതെ, അവരെ പരിചരിച്ചുകൊണ്ടവരെ തിരികെ ഒരുപക്ഷെ അവരെത്ര ചികിത്സിച്ചാലും വരില്ല എന്ന ബോധ്യത്തോടു കൂടി തന്നെ അവരെ സംരക്ഷിക്കുക എന്ന വലിയ ചുമതല മറ്റാരും ഏറ്റെടുക്കുവാൻ തയ്യാറാകാത്ത സമൂഹത്തിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അത്തരം സംരക്ഷണ രീതിയുമായി മുന്നിലേക്ക് വരാറുള്ളൂ. ഇപ്പൊ കുട്ടികളെ സംരക്ഷിക്കുവാൻ ധാരാളം അനാഥാലയങ്ങളുണ്ട്. പ്രായമുള്ളവരെ സംരക്ഷിക്കുവാൻ പോലും ധാരാളം ശരണാലയങ്ങളുണ്ട്. പക്ഷേ ഇത്തരം സാന്ത്വന പരിചരണം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങൾ വളരെ കുറവാണ്. നാം ഇന്ന് കാഴ്ച പരിശോധിക്കുവാനാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മുടെ കാഴ്ച പരിശോധിക്കുക. എന്നാൽ ഈ കാഴ്ചക്കപ്പുറത്തേക്ക് ഒരു കാഴ്ചപ്പാട് ഈ ഒരു 10 വർഷം മുമ്പ്, 10-12 വർഷം മുമ്പ് സമൂഹത്തിലേക്ക് പകർത്തിവിട്ട ഒരു മനുഷ്യനുണ്ട്. സജിൽ ചെറിയാൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഭാവനയിൽ തോന്നിയ ഒരു ആശയമാണ് ആരാലും സംരക്ഷിക്കപ്പെടുവാൻ ഇല്ലാത്ത ആൾക്കാരെ പരിചരിക്കുവാൻ ഒരു പ്രസ്ഥാനം വേണം. അവർക്ക് ഒരു തണലേകുവാൻ, അവർക്കൊരു സാന്ത്വനം അരുളുവാൻ ഒരു പ്രസ്ഥാനം വേണമെന്ന് തോന്നി. ആ തോന്നലിൽ നിന്ന് അദ്ദേഹം കുറേ ആൾക്കാരെ സംഘടിപ്പിച്ച് അതിൽ രാഷ്ട്രീയവും മതവും വർഗവും വർണ്ണവും ഒക്കെ ഒഴിവാക്കി മനുഷ്യത്വം എന്ന വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി ആരംഭിച്ച പ്രസ്ഥാനമാണ്. ചെറുതായി തുടങ്ങിയ പ്രസ്ഥാനമാണ് കരുണ. 10 വർഷം പിന്നിടുമ്പോൾ കരുണ കേരളത്തിലെ ഏറ്റവും വലിയ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയായി മാറിയിരിക്കുകയാണ്. ധാരാളം ചാരിറ്റി കരുണയുടെ രീതിയിൽ ചെയ്യുന്നു. 50-ൽ പരം 100ഓളം വീടുകൾ കരുണ ഇപ്പോൾ നിർമ്മിച്ചു നൽകി കഴിയുക. അശരണരായിട്ടുള്ള ആൾക്കാർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകി. ധാരാളം ആൾക്കാരെ ചികിത്സാ ചെലവുകൾ, ചെറുപ്പക്കാരുടെ ഉൾപ്പെടെ ധാരാളം ആൾക്കാരുടെ ചികിത്സാ ചെലവുകൾക്ക് കരുണ ഏറ്റെടുത്ത് നിർവഹിക്കുകയുണ്ടായി. അങ്ങനെ ധാരാളം ആൾക്കാരുടെ വിദ്യാഭ്യാസ സഹായം കരുണ ഏറ്റെടുത്ത് ചെയ്യുകയുണ്ടായി. കേവലം പാലിയേറ്റീവിൽ മാത്രം ഒതുങ്ങാതെ വീട് വെച്ചു കൊടുക്കുന്നത് മുതൽ വിദ്യാഭ്യാസം വരെയുള്ള സർവമാന സമൂഹത്തിലെ മേഖലകളിലേക്കും തങ്ങളുടെ കൈത്താങ്ങെത്തിക്കുവാൻ സദാ ജാഗരൂകരായി പ്രവർത്തിക്കുന്ന വലിയൊരു പ്രവർത്തക ഗണമുള്ള കരുണ അതിന്റെ പ്രവർത്തനം ഓരോ ഗ്രാമങ്ങളിലും എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്ന് ചൈതന്യ ആശുപത്രിയുമായി സഹകരിച്ചുകൊണ്ട് കാഴ്ച പരിശോധന എന്ന ലക്ഷ്യവുമായി ഇവിടെ ഒത്തുകൂടും. കരുണ ജനറൽ സെക്രട്ടറി NR സോമൻപിള്ള, കരുണ ജോയിന്റ് സെക്രട്ടറിമാരായ MK ശ്രീകുമാർ, PS ബിനുമോൻ, ഡോക്ടർ വിനയ് തോമസ്, മധു ചോഞ്ചോലിൽ, ഡോക്ടർ സോണ, ശ്യാമസ് നായർ, അരുൺ TM, രഘുനാഥൻ നായർ, ഷാജിമോൻ, ഹരി പത്മനാഭൻ, രഞ്ജി ജോൺ എന്നിവർ സംസാരിച്ചു. ഇരമല്ലിക്കര ശ്രീ അയ്യപ്പ കോളേജ് SFI യൂണിറ്റ് ഭാരവാഹികളും പങ്കെടുത്തു.